Some bastard is applying sonic weapon onto my head actually. Started early morning only. Dramas is not working out, this and that, so started applying like sonic weapon onto my head actually. എൻ്റെ തലയിലോട്ട് ഇങ്ങനെ സോണിക് വെപ്പൺ ഉപയോഗിച്ച് അടിക്കാൻ തുടങ്ങി. തലയുടെ പുറവശം ഇങ്ങനെ നമുക്ക് മരവിക്കുന്ന പോലെ തോന്നും. ഈ സോണിക് വെപ്പൺ അടിക്കുമ്പോൾ നമ്മുടെ തലയുടെ പുറകുവശം മരവിക്കുന്ന പോലെ തോന്നുകയും നമ്മുടെ സെർവിക്കൽ സ്പൈൻ ഇങ്ങനെ ഒരു വല്ലാത്ത ഇതാണ് അന്നേരം. അപ്പം ഇതാണ് രാവിലെ ഇപ്പം ഏതോ അവന്മാർ ഇങ്ങനെ ഫോണിനകത്ത് കയറി ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ അടുത്ത് തന്നെ. ഒന്ന് ഈ ഗുരുമന്ദിരത്തിൽ ഈ 75 മീറ്റേഴ്സിന് അപ്പുറത്തോട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ ഗുരുമന്ദിരത്തിലൊരവൻ വരും, അവനായിരിക്കും, അല്ലെങ്കിൽ അവിടെ കുറേ എണ്ണങ്ങൾ ഇങ്ങനെ വരും. ആരൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അവിടെയൊക്കെ കയറിയിരുന്ന് ഫോൺ ഉപയോഗിക്കും. പിന്നെ ഈ സദാനന്ദ മന്ദിരത്തിലെ ആളുകൾ, പിന്നെ ഇവിടെ എൻ്റെ അയൽക്കാരെന്ന് പറഞ്ഞാൽ സുഭദ്ര, പിന്നെ ഒരു ഗീത, പിന്നെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. പിന്നെ അതിനപ്പുറത്തോട്ട് ഇവൻ്റെ തന്നെ ഈ സുബ്രഹ്മണ്യൻ്റെ തന്നെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്ന അവളുടെ പള്ളിപ്പാട്ടുകാരി ഒരുത്തിയാണ് കല്യാണം. ഇപ്പം ബന്ധമുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അവളുടെ ചേട്ടത്തിയെ കല്യാണം കഴിച്ച ഒരു വീടുണ്ട്, ഗീതയുടെ വീടിൻ്റെ തൊട്ട് വടക്ക് വശം. അവിടെ നിന്നും ഇങ്ങോട്ട് അടിക്കാൻ പറ്റുമായിരിക്കാം. എന്തായാലും ഇത്രയും വീടുകളാണ് ഇവിടെ അടുത്തുള്ളത്. പിന്നെ കുഞ്ഞുമോനൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് ഇവിടെ ഒരു വീടുണ്ട്, അടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആ പയ്യൻ ഒരിക്കൽ ആദ്യമായിട്ട് ഇതുവഴി ഇങ്ങനെ പോയി ഫോൺ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നടന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് ഇരുന്നുകൊണ്ട് പറ്റത്തില്ലായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ശരി, ഇത്രയാണ് ഇങ്ങനെ നമ്മുടെ അയലെന്ന് പറയുന്നത്, കാണാൻ പറ്റുന്ന അയൽ ഇങ്ങനെ ഇത്രയും അടുത്തുള്ളത്. പിന്നെ ഇപ്പം ഈ വാസുദേവൻ എന്ന് പറയുന്ന ആളിന് ഒരു പുതിയ ഫോണൊക്കെ വാങ്ങിച്ചാരോ കൊടുത്തിട്ടുണ്ട്. ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൊച്ചുകോട്ടയിൽ അതും അടുത്താണ് ഇതാ വീട്. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്നായിരിക്കും ചിലപ്പം, നമുക്കറിയാനൊക്കത്തില്ല ഇവർ. ഇതാണ് കൊച്ചുകോട്ടയിലെ വീടെന്ന് പറയുന്നത്. എന്നോട് കഴിഞ്ഞ ദിവസം വന്ന് ചോദിച്ചു ഇങ്ങനെ, ഇതാണ് കേട്ടോ ഫോൺ. ഇവിടെ വന്ന് ചോദിച്ചായിരുന്നു ഫോൺ എങ്ങനെയാ ഓപ്പറേറ്റ് ചെയ്യുന്നത്, വിളിക്കുന്നത് എങ്ങനെയാ, വാട്സപ്പ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം ഇതൊക്കെ ഇത്രയും പേരൊക്കെയാണ്. പിന്നെ ഈ സുഭദ്ര എന്ന് പറയുന്നവരുടെ വീട്, പിന്നെ ഒരു ക്രിസ്ത്യൻസിൻ്റെ വീട്. അവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതാ ക്രിസ്ത്യൻസിൻ്റെ വീട്, ഇതപ്പുറം സുഭദ്ര. ഇതായത് പോസിബിലിറ്റീസ് ഉള്ള വീടുകൾ ഇതാണ്. അല്ലെങ്കിൽ ഇവിടെ ഇന്നലെ ഒരുത്തൻ റോഡിൽ വന്ന് നിന്ന് അടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മനസ്സിലായില്ലേ? റോഡിൽ വന്ന് നിന്ന് ഇങ്ങനെ നമ്മുടെ തലയിലോട്ട് അടിക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടതാണ്.